സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ചടങ്ങിൽ തന്നെപ്പറ്റി ആലപിക്കാനിരിക്കുന്ന പാട്ട് കേട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വല്ലാതെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം പുകഴ്ത്തുന്നത് പലർക്കും അസ്വാസ്ഥ്യമുണ്ടാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും പടനായകനുമായും ഒക്കെ വിശേഷിപ്പിക്കുന്ന പാട്ടിന്റെ അവതരണം നാളെയാണ്. CPIM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടന ചടങ്ങിലാണ് ഈ ഗാനം അവതരിപ്പിക്കുക. മുഖ്യമന്ത്രി വേദിയിലെത്തുമ്പോൾ 100 വനിതാ ജീവനക്കാർ ചേർന്ന് ഗാനം ആലപിക്കാനാണ് പരിപാടി. മഹാപ്രളയത്തിലും മഹാമാരിയിലുമെല്ലാം ജനതയ്ക്ക് കാവലാളായ പിണറായി, ഫീനിക്സ് പക്ഷി, പടനായകൻ എന്നിങ്ങനെ മുഖ്യമന്ത്രിയെ വിശേഷണങ്ങൾ കൊണ്ട് മൂടുന്ന പാട്ടെഴുതിയത് ധനവകുപ്പിലെ ജീവനക്കാരനായ പൂവത്തൂർ ചിത്രസേനനാണ്. നിയമവകുപ്പിലെ അസിസ്റ്റന്റ് വിമലാണ് ഈണം നൽകിയത്. പാട്ട് കേട്ടിട്ടില്ലെന്ന് പിണറായി. ശേഷം പ്രതികരണം ഇങ്ങനെ: ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണത്. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നു കൊടുക്കുന്നയാളല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല. അതാണ് ഞങ്ങളുടെ പൊതു സമീപനം. പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഓർക്കണം. 3 കൊല്ലം മുൻപ് തിരുവനന്തപുരത്ത് CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മെഗാ തിരുവാതിരയുടെ പാട്ടിലെ പിണറായി വാഴ്ത്തുകൾ പാർട്ടിയിലും പുറത്തും ചർച്ചയായിരുന്നു. വ്യക്തിസ്തുതികൾ പാർട്ടി ലൈനിന് വിരുദ്ധമാണ് എന്ന വിമർശനമാണ് അന്നുയർന്നത്. ചെമ്പടയ്ക്ക് കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ എന്ന വിശേഷണത്തോടെ തുടങ്ങുന്ന പുതിയ പാട്ടിനോടുള്ള പിണറായിയുടെ പ്രതികരണം അല്ലെങ്കിൽ പ്രതികരണമില്ലായ്മ നാളെ അറിയാം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.